പ്രതികളെ പിടികൂടാനെത്തിയ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതി മാവൂർ പോലീസിന്റെ പിടിയിലായി. പൂവാട്ടുപറമ്പ് സ്വദേശി ഹർഷാദ് എന്ന സാബുവിനെയാണ് മാവൂർ പോലീസ് ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസും കോഴിക്കോട് ക്രൈം സ്ക്വാഡും ചേർന്ന് വയനാട്ടിൽ നിന്ന് പിടികൂടിയത്. പ്രതികളെ പിടികൂടാനെത്തിയ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതിയാണ് മാവൂർ പോലീസിന്റെ പിടിയിലായത്. പൂവാട്ടുപറമ്പ് സ്വദേശി ഹർഷദ് എന്ന സാബുവിനെയാണ് മാവൂർ ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസും കോഴിക്കോട് ക്രൈം സ്ക്വാഡും ചേർന്ന് വയനാട്ടിൽ നിന്നും പിടികൂടിയത്. സംഭവം നടന്ന ജൂലൈ 11 മുതൽ ഇയാൾ ഒളിവിലായിരുന്നു. പിന്നീട് ഹർഷദിനെ പിടികൂടുന്നതിന് മാവൂർ പോലീസ് നേതൃത്വത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തി. അതിനിടെ കഴിഞ്ഞ ആഴ്ച ഇയാൾ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു. പിന്നീടാണ് വയനാട്ടിലൊരു റിസോർട്ടിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത്. റിസോർട്ടിലെത്തിയ പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതിയെ ഏറെ ദൂരം പിന്തുടർന്ന ശേഷം മാവൂർ പോലീസും ക്രൈം സ്ക്വാഡും കീഴ്പ്പെടുത്തുകയായിരുന്നു. നേരത്തെ കാപ്പ കേസിലും ലഹരി കേസിലും ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഹർഷാദ്. പാലക്കാട്ടെ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പിടികൂടുന്നതിനെത്തിയ പാലക്കാട്ടെ SIT സംഘത്തിന് നേരെ പെരുവയൽ കൊടശ്ശേരി താഴത്തെ വില്ലയിൽ വെച്ച് സ്ഫോടക വസ്തു എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അന്ന് തന്നെ മറ്റ് 4 പ്രതികളായ കാസർഗോഡ് നീലേശ്വരം സ്വദേശി ആട് ഷമീർ, ഒറ്റപ്പാലം സ്വദേശി വിഷ്ണു സൽമാൻ, കൊട്ടാരക്കര സ്വദേശി ഡേവിഡ് കാർമൽ അലക്സ്, മാവൂർ കുതിരാടൻ സ്വദേശി ജാസ്മൻ എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു. അന്ന് ഓടി രക്ഷപ്പെട്ട ഹർഷദ് എന്ന സാബു കൂടി പിടിയിലായതോടെ ഈ കേസിലെ മുഴുവൻ പ്രതികളും പോലീസിൻ്റെ പിടിയിലായി. പ്രതിയെ പിടികൂടുന്നതിന് മാവൂർ SI മുഹമ്മദ് ഷാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദീപക്, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ SI അബ്ദുറഹ്മാൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ് ചൂലൂർ, ഷഹീർ പെരുമണ്ണ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മാവൂർ.